പുനലൂർ റവന്യൂ ഡിവിഷന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. 2018 റവന്യൂ ഡിവിഷൻ യാഥാർത്ഥ്യമായെങ്കിലും പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകാത്തതിനാൽ കഴിഞ്ഞ തവണ വരെയുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചുമതല തെന്മല DFOയ്ക്കായിരുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് പുനലൂർ RDOയ്ക്ക് വോട്ടെടുപ്പിന്റെ ചുമതല സ്വതന്ത്രമായി ലഭിച്ചത്. പുനലൂർ RDO സോളി ആന്റണിയായിരുന്നു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ. RDOയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങളെല്ലാം നടന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശീലനവും പോളിംഗ് ബൂത്തുകളുടെ പരിശോധനയും വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ്ങും സുരക്ഷയുമെല്ലാം ഇത്തവണ പുനലൂർ RDOയുടെ മേൽനോട്ടത്തിലാണ് പൂർത്തീകരിച്ചത്. കുറ്റമറ്റതും സമയബന്ധിതവുമായ ക്രമീകരണങ്ങളിലൂടെയാണ് 26-ാം തീയതിയിലെ പോളിംഗ് ബൂത്തുകൾ സജ്ജമായിരിക്കുന്നത്. 2018 നവംബർ 1-നാണ് പുനലൂർ കേന്ദ്രമാക്കി RDO ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. നിയോജക മണ്ഡലത്തിൽ 196 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. ബൂത്തുകളുടെ എണ്ണത്തിൽ നിന്നും 20% വർധനവിൽ വോട്ടിംഗ് യന്ത്രങ്ങളടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. ഇത്തവണ 800 പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ഇതിനു പുറമെ 7 തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും 180ഓളം റവന്യൂ ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. വെള്ളിയാഴ്ച വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ യന്ത്രങ്ങൾ വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നും വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്യും. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.